ഏത് പടത്തിലാണ് ബുക്ക് ചെയ്യണ്ടേ? ഏതൊക്കെ പടം ഉണ്ട്? ലോക, ഓടും കുതിര, കോഞ്ചുറിങ്. എനിക്കെന്തെങ്കിലും റൊമാൻറ്റിക് പടത്തിന് പോകാനുള്ള ഒരു മൂഡാണ്. എന്നാ പിന്നെ കോഞ്ചുറിങ് ആയാലോ? ഭയങ്കര റൊമാൻറ്റിക് എടേ ഓടും കുതിരക്ക് ബുക്ക് ചെയ്യാം. സെന്റർ സീറ്റ് എടുക്കട്ടെ? കോർണർ സീറ്റ് എടുക്കടാ. ഇപ്പോഴും കോർണർ സീറ്റ് അവർക്ക് പറ്റൂല. അതല്ല, എനിക്ക് 4 ആൾ കൂടുതൽ നടുക്കിരുന്ന് കഴിഞ്ഞാൽ ഒരു ആൻസൈറ്റി ഇഷ്യൂ വരും. അതുകൊണ്ട് എനിക്ക് കുറച്ച് പ്രൈവസി വേണം. അതിനുവേണ്ടി കോർണർ സീറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞേ. അങ്ങനെ ഈ ചായപ്പൊടി എവിടെയാ? ആരാ പറഞ്ഞ 3-ാം തവണ പേരുണ്ട്. ഓടും കുതിര കിട്ടി. എടി അതെ ബുക്ക് ചെയ്യാം. എടാ നീ 3 ടിക്കറ്റ് ബുക്ക് ചെയ്തു? അതെ 3 എണ്ണം. എന്നിട്ട് 3 ടിക്കറ്റ്? അപ്പൊ പിന്നെ അഖില എവിടെ ഇരിക്കുക? ഏതഖില്? ഏതൊക്കെ അഖില നിനക്കറിയാം? നിന്റെ മരക്കോക്ക ഫ്രണ്ടാ? അന്ന ഞാനാണോ നിന്റെ കാമുകി, അല്ലെങ്കിൽ കാട്ടുവാഴാണ് നിന്റെ കാമുകൻ? അവനായിട്ട് എനിക്ക് എത്ര പ്രശ്നം? എന്താന്നാ നമ്മൾ എവിടെ പോയാലും അവനോടുണ്ടാവും. പാർക്കിൽ പോയാ അവിടെ, ഷോപ്പിങ്ങിന് പോയാ അവിടെ, റെസ്റ്റോറന്റ്, മാള്, എന്തിനും നമ്മുടെ പ്രൈവറ്റ് മോഡിൽ അവനോട് ചേർന്നില്ലേ? അളിയ ഒരു ലൈറ്റർ ആയിട്ടോ? താങ്ക്സ്. ഞാനിപ്പോ എന്നാ വേണ്ടേ? എനിക്ക് അവനെ ഇഷ്ടല്ല. അവനിപ്പോ ഇങ്ങോട്ട് വരും. അതെ ദൈവത്തെ ഓർത്തിട്ട് സിനിമ കുക്ക് ചെയ്ത കാര്യം മാത്രം അവനോട് പറയൂ. ആലോചിക്കാം. അന്നമ്മ ഞാൻ പോയി. Hi Akhil, what a sudden surprise. Yes, this is a sudden surprise to me also. നീ അതൊക്കെ ഇങ്ങോട്ട് തന്നെ. അല്ല നീ ഇപ്പം നീ വഴിക്കുന്ന വരാത്തേ? അതിന് ഇവൻ എന്നെ വിളിക്കാത്തോണ്ടല്ലേ? പന്തള നീ ഇവനിങ്ങോട്ട് വിളിക്കാത്തേ? എടാ വിളിക്കണം എന്ന് വിചാരിക്കും, പക്ഷെ ഇപ്പഴാ സമയം കിട്ടി. അയ്യോ നീ ആകെ എല്ലും തോലുമായിട്ടോ. ആണോ? ഞാൻ നല്ല ഫുഡ് അടിയാണല്ലോ. അല്ലടാ ഇവനെന്തൊരു കിളി പോയ പോലെ. എടാ ഒരു മിനിറ്റ്, നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. ഒരു മിനിറ്റ് ഇപ്പൊ വരാട്ടോ. എന്താ ക്രിസ്റ്റഫനോളുടെ പടം കാണുമല്ലോണ്ട്. നീ എന്തോന്നടി കാണിച്ചോണ്ടിരിക്കുന്നത്? ഒന്നുമില്ല, എനിക്ക് നിന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ താടകയാവാൻ താല്പര്യമില്ല. അപ്പൊ പിന്നെ അവനെ കൂടെ പടത്തിനുണ്ടോ അല്ലേ? ഇത് നടക്കാൻ പോകുന്നില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യാൻ പറ്റിയത്? എന്ത് പറയും? സിമ്പിൾ. ഞാൻ അവനോട് ചെന്ന് നമ്മൾ 2 ടിക്കറ്റ് ബുക്ക് ചെയ്ത കാര്യം പറയുന്നു. ലേശം ഉൾപ്പെടുന്നെങ്കിൽ അവൻ വരുന്നില്ല എന്ന് പറയും. നമ്മൾ പടത്തിന് പോകും. അത്രേ ഉള്ളൂ. അമ്മൻ ഉണ്ടെന്ന് പറഞ്ഞാലോ? അതപ്പ നോക്കാം. കാര്യം പറ. എടാ അന്നമ്മ ഉണ്ടാക്കിയതാ, നീ ഒന്ന് കഴിച്ചു നോക്കി. എന്തുറ്റാ കോയിലാണെന്ന് കഴിക്കാറില്ല. പിന്നെ ഞങ്ങൾ ആക്ച്വലി ഒരു സിനിമയ്ക്ക് പോകാറുണ്ടായിരുന്നു. സെറ്റ് ഞാനുണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാം. അല്ല ഞങ്ങള് 2 ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളൂ. അതിനിപ്പോ എന്താ, ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യും, എക്സ്ട്രാ പറഞ്ഞ ആ സൈഡിൽ ബുക്ക് ചെയ്യും, നമുക്ക് ഒരു പ്രശ്നമില്ല. പിന്നെ അങ്ങനെ ചെയ്യാല്ലേ? വേഗം ടിക്കറ്റ് ബുക്ക് ചെയ്യടാ. പോയി റെഡി ആവും. റെഡി ആയിട്ട് വരാം. ഇപ്പൊ വരാം. പെട്ടെന്ന് വരണേ, അവിടെ കാണൂലേ? ഈ ആൾക്കാർ നെഗറ്റീവ് പറയുന്ന പോലെ ഒന്നല്ല, നൈസ് പടം, എനിക്കിഷ്ടായി. എനിക്കും ഇഷ്ടമായി. അന്നമ്മയ്ക്കാം. എന്നാ പിന്നെ ഞാൻ തിരക്കാം അല്ലേ? നീ എങ്ങോട്ട് പോകുന്നു? വീട്ടിക്ക്. ഈ നേരത്താ? എങ്ങനെ? ബൈക്കില്. അല്ലെങ്കിൽ എന്താ നീ ഇവിടെ നിന്നോ, എന്തായാലും ഇത്ര ലേറ്റ് ആയില്ലേ? ഞാനത് എങ്ങനെ അങ്ങോട്ട് പറയുന്ന ഒരു ചെറിയ കൺഫ്യൂഷനായിരുന്നു. എന്നാ പിന്നെ വേറെ ബാത്റൂം പറ്റി ഗസ്റ്റ് റൂമിലുണ്ട്, ചെല്ലി. ഓക്കെ ശരിയേ, ബൈ. എന്താ
ഇവനെ പോലെ നാണോ അല്ലാത്തോട്ട് എന്നെ ജീവിതത്തിൽ കളയില്ല. എടി വെറുതെ നീ ഓരോന്ന് പറയണ്ട. നീയാണ് ആവശ്യമില്ലാത്ത പള്ളി പിടിച്ചത്. പള്ളിയാ? ഞാനാ? എന്തുകൊണ്ടാണ് വിളിച്ചത്? നീയല്ലേ പറഞ്ഞു സിനിമക്ക് ഇവിടെ നിൽക്കുന്നൊക്കെ. അവനെ ഒഴിവാക്കാൻ വേണ്ടി ഓരോന്ന് പറയുമ്പോ അത് മനസ്സിലാക്കാൻ പറ്റാത്തൊരു പോയാണ് അവൻ. ശരി, അതെന്തെങ്കിലും ആയിക്കോട്ടെ. അവൻ കാരണം നമുക്ക് ഈ വീട് കിട്ടിയത്, എനിക്കൊരു ജോലി കിട്ടിയത് അവൻ കാരണം. ജോലിയുടെ കാര്യം നീ കൊണ്ട് കൂടുതൽ ഉറപ്പിക്കരുത്. നിന്റെ ജോലിക്ക് കുഴപ്പമില്ലാത്ത എന്റെ ജോലിക്ക് എന്താ കുഴപ്പമില്ലാത്ത എന്താ കുഴപ്പമില്ല ഞാൻ ചോദിച്ചത്. അവന്റെ ഒരു നൈറ്റ് ഷിഫ്റ്റ് എനിക്ക് നിന്റെ കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. നീ കരുതൽ കേട്ടോ. എന്താണ് എന്റെ ജോലിക്ക് കുഴപ്പം? നിന്റെ ജോലിക്ക് എന്താ കുഴപ്പമില്ലാത്ത? നിന്റെ കുടുക്കത്തെ ജോലിക്കാരല്ല ഹെൽന നമ്മുടെ ലൈഫിക്ക് വന്നത്. അതുകൊണ്ട് അവന്റെ ഒരു ലേറ്റ് നൈറ്റ് ഷിഫ്റ്റ് എടുക്കുന്നു, രണ്ടുപേരും ഗിഫ്റ്റ് കൈമാറുന്നു. എന്നെ കൊണ്ട് കൂടുതൽ തുറക്കരുത്. എടി 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 നീ വെറുതെ ആവശ്യമില്ലാത്തവരോണ്ടാക്കലട ഹെലനെ. അറിയാതെ പറ്റിപ്പോയി. നീ അതിന്റെ പേര് ഇപ്പൊ കടം തൂങ്ങല്ലേ? അവനതൊക്കെ മുൻകൂട്ടി ചെയ്ത കാര്യങ്ങളാണ്. അവനൊന്നും മുൻകൂട്ടി കണ്ടു. കണ്ണു വെച്ച് മുമ്പോട്ട് പോകാതാണല്ലോ. രണ്ട് കോഞ്ഞ കസിൻസ്, രണ്ട് കൂടാതെ തൊഴില്. നമ്മുടെ റിലേഷൻ നടക്കുമ്പോ നീ അവനെ കാണണ്ടല്ലേ? അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. ഇല്ല, പ്രശ്നമില്ല. അങ്ങനെ റിലേഷൻഷിപ്പ് അല്ലല്ലോ. അല്ല, നമ്മുടെ ഇടയിൽ ഹെല്ലൻ ടോക്ക് വരുന്നത് ഞാൻ 100 പ്രാവശ്യം കണ്ടിട്ട്. ആരെടുത്തിട്ടാ? ഞാനാണോ? ഇവനിവിടെ വന്നിട്ടല്ലേ ഹെല്ലൻ ടോക്ക് ഇടുക? എന്താ ഞാൻ വിളിച്ചു ഫസ്റ്റ് ടൈം അല്ലേ ഇങ്ങോട്ട് ഫ്ലാറ്റിലോട്ട്. നീ നോളാൻ പറഞ്ഞേ. അതെങ്ങോട്ട് വിളിച്ചു വരുത്തിയതാരാ? അത് തന്നെ പറഞ്ഞത്. ഞാൻ അവന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് അവനെ വിളിച്ചു വരുത്തി. നീ ഇപ്പൊ അവനോട് കൂടെ നിന്നോളാൻ പറഞ്ഞേ. ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് ഈ പരനാറിനെ കാണുമ്പോഴൊക്കെ അവളുടെ മുഖം ഓർമ്മ വരും. ഇവർ രണ്ടൊരു കസിൻസ് ആയതുകൊണ്ട് എനിക്കത് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ നാറിനെ ഇവിടെ കയറ്റിയത്. ഞാൻ 100 വട്ടം നിന്നോട് പറഞ്ഞത്. അവനാണോ? അപ്പുറത്തെ ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ല, അതാ. വേടാ ഞാൻ ഇത്രയും കഥാപ്രസംഗം പറഞ്ഞിട്ട് ബാഗ് എടുക്കാൻ വേണ്ടിട്ടായിരുന്നു. ഒരു കുഴപ്പമില്ല മോളെ, ശരിയേ.